നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, ദേ നിലവറ തുറന്നു നടക്കുക. എന്റെ ഭഗവാനെ, ശ്രീപത്മനാഭ ചേച്ചി പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. വെള്ളം തളിച്ചാ ചിലപ്പോ ഉണരും. വേഗം ചെല്ല്. ശരി മോളെ, മോളെ, മീനാക്ഷി. മോളെ. അയ്യോ മോളെ, മോളെ കണ്ണു തുറക്കും മോളെ. മോളെ മീനാക്ഷി, മീനാക്ഷി, എന്റെ ദേവി, കുഞ്ഞിന് ഇതെന്താ പറ്റിയേ? മോളെ മീനാക്ഷി, മോളെ മീനാക്ഷി കണ്ണു തുറക്ക്. ഈശ്വര, മാലതി ഒന്ന് വേഗം വാ. മോളെ, മോളെ. അത് ക്ഷേത്രത്തിൽ നിന്നാണ്. അനന്തനാരായണ ക്ഷേത്രത്തിൽ നിന്ന്. ക്ഷേത്രത്തിൽ ഉത്സവമല്ലേ, ഉടവാള് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ. ഭഗവാനെ, നമസ്കാരം രാജലക്ഷ്മി അമ്മേ. ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. ഇത് വർഷം തോറും നടക്കുന്ന ചടങ്ങല്ലേ. ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ ഉടൻ തന്നെ ഉടവാള് കൈമാറും. മോളെ, മോളെ മീനാക്ഷി, മാലതി, മോളെ, മീനാക്ഷി, മീനാക്ഷി കണ്ണു തുറക്ക്. മീനാക്ഷി, മോളെ, മോളെ, മീനാക്ഷി, എനിക്ക് മോളെ മീനാക്ഷി, മീനാക്ഷി എഴുന്നേക്ക്. മോളെ എഴുന്നേക്ക്. മീനാക്ഷി, മോളെ. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് പിന്നാലെ ആരും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി കണ്ണു തുറക്ക്. മീനാക്ഷി, എന്താ മോളെ? മീനാക്ഷി എഴുന്നേക്ക്. ദൈവമേ, ചതിച്ചോ? നിങ്ങൾ കണ്ടോ, നിലവറ തുറന്നു നടക്കുന്നു. അയ്യോ, ഞാനേ ഇത് അമ്മയോട് പറയട്ടെ. എന്റെ ദേവി, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? മോളെ, മോളെ. ഇന്നിവിടെ ഭൂകമ്പം നടക്കും. കൂട്ടുനിന്ന എന്റെ പേരില് എന്റെ ജീവിതം കട്ടപ്പുകയാവും. ഈശ്വര. മോളെ മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി കണ്ണു തുറക്ക്. എഴുന്നേക്ക് മീനാക്ഷി, മീനാക്ഷി. ഇവിടെ അല്പം മുമ്പ് ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി. അതാ ആചാരപ്രകാരമുള്ള വിളക്കുകളും മറ്റും ഒരുക്കാതിരുന്നത്. തിരുമേനി ക്ഷമിക്കണം. ഉടനെ തന്നെ വിളക്കുകളും മറ്റും തെളിയിക്കാം. ആചാരപ്രകാരം തന്നെ ഉടവാൾ കൈമാറ്റം നടക്കും. സാരമല്ല രാജലക്ഷ്മി അമ്മേ, ഇതെല്ലാ കൊല്ലം ഇവിടെ നടക്കണല്ലേ. സാവകാശം കാര്യങ്ങൾ നടത്തിയാ മതി. അതാണോ അതിന്റെ ശരി? എന്ത് കുടുംബ പ്രശ്നം ഉണ്ടായാലും ഇതിനല്ലേ പരിഗണന കൊടുക്കേണ്ടത്. അമ്മേ, അമ്മേ, നമ്മുടെ എന്താ മോളെ? എന്താ മോളെ? അവിടെ അവിടെ നിലവറ തുറന്നു കിടക്കുക. അതിന്റെ മുമ്പിൽ മീനാക്ഷി. മീനാക്ഷിയോ? ബോധം കെട്ട് കിടക്കുക. എന്റെ ഭഗവാനെ, മീനാക്ഷി എഴുന്നേക്ക്. മീനാക്ഷി, 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 മോളെ, അമ്മ പേടിപ്പിക്കാതെ എഴുന്നേക്ക് മോളെ. മീനാക്ഷി, ഒന്ന് എഴുന്നേക്ക്. മോളെ, മീനാക്ഷി എഴുന്നേക്ക്. കണ്ണു തുറക്ക്. മീനാക്ഷി, മീനാക്ഷി, മോളെ,
മീനാക്ഷി അയ്യോ എന്ത് പറ്റി? മോളെ ഏ? മോളെ മോളെ എന്താ പറ്റിയേ? മോക്ക് ഉഴപ്പൊന്നുമില്ല. മാലതി, അച്ഛാ. നീ ഇച്ചിരി വെള്ളം കൊടുത്തേ, അവള് കുടിക്കട്ടെ. ആ, കൊടുക്ക്. മീനാക്ഷി മോക്കിത് എന്ത് പറ്റിയതാ? അച്ഛൻ മീനാക്ഷി നോക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കി, പക്ഷെ മീനാക്ഷിയെ കണ്ടില്ല. ഒടുവില് ഞാൻ ഈ നിലവറയുടെ മുമ്പിലേക്ക് ഓടിയെത്തി. അല്ല, ഇവിടെ മീനാക്ഷി ഉണ്ടാവുന്ന മാലതിക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എല്ലായിടത്തും നോക്കുമ്പോ ഇവിടെ നോക്കണ്ടേ? അങ്ങനെ വന്നപ്പോ ദേ ഇവിടെ ബോധം കെട്ട് കിടക്കുന്നു. മീനാക്ഷി മോളെ മീനാക്ഷി മോളെ മീനാക്ഷി അമ്മേ, ദേ നിലവറ തുറന്നു കിടക്കുക. എന്റെ ഭഗവാനെ, ശ്രീപത്മനാഭ മാറ. ദൈവമേ, ഉടവാള് കാണുന്നില്ലല്ലോ. വാള് കാണുന്നില്ലെന്നോ? ആ അകത്തെല്ലായിടത്തോ നോക്ക്. മോനെ കാർത്തി, ചെല്. അയ്യോ, ഇവിടെ അങ്ങ് കാണാനില്ലല്ലോ. അയ്യോ, എന്റെ പരദൈവങ്ങളെ ചതിച്ചോ. തകർന്നല്ലോ ദൈവമേ തറവാട്. ആ വാൾ ആര് കൊണ്ടുപോയി? ദൈവമേ, തറവാടിന്റെ ഐശ്വര്യ അത് ഞാൻ സൂക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയത് മീനാക്ഷിയാ. മീനാക്ഷി കൊച്ചിനെ ബോധം കെടുത്തിട്ട് ആരോ വാള് കൊണ്ടുപോയി. അത് മറ്റാരുമല്ല, അവള് തന്നെയാ. അവള് മൈഥിലി. മീനാക്ഷി നോർമലാകുമ്പോൾ സത്യം പറയുമല്ലോ. ഇത് അവള് തന്നെയായിരിക്കും, ആ മൈഥിലി. യാതൊരു സംശയവും വേണ്ട. എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട. IGയോ DGPയോ ആരെയും വിളിച്ചു പറ. അല്ല, ഇത് പോലീസിന്റെ ഉന്നതങ്ങളിലേക്ക് പോയാലേ പണി പാളും. വാള് കോടതിയിലേക്ക് അങ്ങ് പോവും. പിന്നെ ചെമ്പകമംഗലത്ത് തിരിച്ചു കിട്ടിയില്ലെന്ന് വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.